കാണിച്ച വഴികളിലൂടെയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും പണ്ടേറെ നടന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നു. സഹോദരങ്ങളായ അഗ്നിഹോത്രിയെയും പാക്കനെയും നാറാണത്തിനെയും കവളപ്പാറയിലെ പെങ്ങളൂട്ടിയെയും വായില്ലാക്കുന്നിൽ ഉണ്ണിയെയും വരെ അമ്മ പെറ്റതും ഉപേക്ഷിച്ചതും ഇതിന്റെ കരയിൽ തന്നെ. ഈ പുഴയുടെ ഏത് കൈവഴിയാണ് എന്നെ മാത്രം ഉളിയന്നൂരെത്തിച്ചതെന്ന് അറിയില്ല. കണ്ണൻ കേൾക്കണുണ്ടോ? ഒരു മുത്തശ്ശിയായി കാണാം ഈ പുഴയെയും. കത്തുന്നു മുഷിഞ്ഞോ ചെറുടത്ത പുലരും മംഗലത്തമ്മയും? 3 കൊല്ലം കാത്തിരിക്കാമെങ്കിൽ പിന്നെ പുലർക്കാലത്തെ ഇത്തിരി നേരത്തെ കാത്തിരിപ്പിനാണോ ക്ലേശം? ഉള്ളികളുടെ വല്ലത്തിടുക്കം കൊണ്ട് മറ്റു വല്ല ആശാരെ വിളിപ്പിച്ച് പണി കഴിപ്പിച്ചോലോ അമ്പലന്ന് വരെ നോന്നിരിക്കുന്നേ. പിന്നെ ഞാനാ പറഞ്ഞത്, മറ്റേതൊരു ആശാരി പണിതാലും പുറം കാഴ്ചയിൽ അതൊരു അമ്പലമാകും. പക്ഷെ അവിടെ ദൈവാംശം കുടിയിരിക്കണമെങ്കിൽ അത് പെരുന്തച്ഛൻ തന്നെ പണിയണമെന്ന്. തച്ചനാറുന്നതിലല്ല കാര്യം മംഗലത്തമ്മേ. പണിയുന്നവന്റെ കൈയും കണക്കും കൃത്യമായാൽ, സ്തപതിയായ തച്ചന്റെ മനസ്സ് ശുദ്ധമായാൽ, നിർമ്മിക്കുന്നതൊരു മനുഷ്യ ഭവനമാണെങ്കിൽ പോലും അവിടെ ഈശ്വരാംശം നിലനിൽക്കും. നിലനിന്നേ പറ്റൂ. കണ്ണൻ കേൾക്കുന്നുണ്ടോ? കണക്കിലാണ് കാര്യം. പെരുന്തച്ഛനായാലും വെറും തച്ചനായാലും കണക്ക് കൂട്ടുന്ന മുഴക്കോലിന് 24 അങ്കുലമേ നീളമുണ്ടാകൂ. അതിലൊരങ്കുലം കൂടിയാൽ, കൂടുതലുണ്ടെന്ന് തച്ചൻ അഹങ്കരിച്ചാൽ തീർന്നു കഥ. കണ്ണൻ കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. കണ്ണൻ കേൾക്കുന്നുണ്ടോന്ന് പറയാൻ രാമൻ അല്ല പെരുന്തച്ഛൻ 3 കൊല്ലം മുമ്പ് സരസ്വതി മണ്ഡപം പണിയാൻ വരുമ്പോ തനിച്ചായിരുന്നല്ലോ. ഇപ്പൊ 2 കയ്യാളുകളെ കൂടെ കൂട്ടി. നന്നായി, പെരുന്തച്ഛന് പണിക്കൊരു ആക്കം കിട്ടൂല്ലോ. കൈ സഹായത്തിന് കൂട്ടിയൊന്നും അല്ല, ചിലതൊക്കെ കണ്ട് പഠിച്ചോട്ടെ എന്ന് കാര്യം തന്നെ കൂട്ടിയതാ. അയ്യോ, ഇവൻ മകനാണ് കണ്ണൻ. അതവന്റെ ചങ്ങാതി, വഹയിലൊരു ബന്ധുവാണ്. പേര് തോലൻ അല്ല വേലൻ. ഇത് വലിയ ഗുണമില്ലാവാൻ തരില്ല. പക്ഷെ ഇവൻ പെരുന്തച്ഛന്റെ മകനായതുകൊണ്ട് ക്യാമറ ആയിരിക്കുമല്ലോ. അത്യാവശ്യം ഉള്ളു പിടിക്കാനും ചിന്തയിലിടാനൊക്കെ വശമുണ്ട്. അവൻ അതും വശമായിട്ടില്ല. അയ്യോ, മൂത്താച്ചാരിന്റെ രസികത്തിര കേട്ടറിയാണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതുമിതും പറഞ്ഞ് നേരം കളയാണ്ട് തച്ചൻ ഈ കോടിമുട്ടും ദക്ഷിണയും സ്വീകരിക്കുക. വരിക അങ്ങോട്ട്. എന്നാൽ ഇനി പുറപ്പെടാം. രാഘുവിന് മുമ്പ് ഇല്ലപ്പറമ്പിലെത്തിയാൽ. അതെ, പുറപ്പെടാം. രാഘുവിന് ഇനിയും വിനാഴിക പലതും തമ്പുരാനെ. പക്ഷെ ഇയാളെ ഞാൻ എവിടെയോ. ആരാ? ഞാൻ തേവൻ. ഓർമ്മ ഉണ്ടാവോ? ഈ പേരോർക്കണില്ല. പിന്നെ മുഖം വഴിയിൽ കാണുന്ന ഒരു ലക്ഷണമൊത്ത മരമാണെങ്കിൽ അത് മനസ്സിലുണ്ടാവും. പക്ഷെ മനുഷ്യരുടെ മുഖം അതിടക്കിടക്ക് മാറുന്നത് കൊണ്ടായിരിക്കണം എന്തോ മനസ്സിലങ്ങനെ കേൾക്കാറില്ല. അയ്യോ, അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള അടുപ്പൊന്നും മൂത്താച്ചാരിയായിട്ടില്ല. പണ്ട് ഇവിടെ ഈ മംഗലത്തമ്മയുടെ മനക്കില് സരസ്വതി മണ്ഡപം പണിയാൻ മൂത്താച്ചാരി വന്നപ്പോ മരപ്പണിക്കൊക്കെ കൂടെ നിന്നിട്ടുണ്ട്. അന്ന് കൽത്തൂണ് അമ്പ്രാന്റെ ബാല്യക്കാരുടെ അശ്രദ്ധ കൊണ്ട് കൽത്തൂണ് മറിഞ്ഞ് വശം തുടർന്ന് കിടപ്പിലായി പോയ തേവനാശാരി അല്ല ഇത്? നീ എന്തിനാ ഈ നേരത്തെ ഇവിടെ വന്നത്? പണിക്ക് കൂടെ കൂട്ടണമെന്ന് പറയാനാണെങ്കിൽ ഈ പ്രാണനെ വെച്ച് നിനക്ക് എന്ത് പണിയാ ചെയ്യാ? അയ്യോ, അടിയൻ മൂത്താച്ചാരി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഒന്ന് കാണാനും കുട്ടിക്ക് ഒന്ന് കാട്ടി കൊടുക്കാനും മാത്രം വന്നതാ അമ്പ്രാട്ടി. എന്തായാലും മൂത്താച്ചാരി ദേവനെ തിരിച്ചറിഞ്ഞല്ലോ. അത് മതി. ഈ മടക്ക ദേവൻ അവിടെ നിൽക്കുക. ഇപ്പൊ മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. മംഗലത്തമ്മയുടെ ബാല്യക്കാര് ശ്രദ്ധയില്ലാണ്ട് ചുമന്നുകൊണ്ട് വന്ന കൽത്തൂണ നിലത്തിരുന്ന് പണി ചെയ്തുകൊണ്ടിരുന്ന തേവന്റെ ദേഹത്ത് പതിച്ചത്. അന്ന് പാതി പ്രാണോടെ കിടപ്പിലായ ഈ മനുഷ്യന് ഇല്ലപ്പറമ്പിൽ വീടും ഉണ്ട് കഴിയാൻ 4 കണ്ഠം വയലും നൽകാമെന്ന് ഏറ്റിരുന്നു മംഗലത്തമ്മ. അത് കൊടുക്കേണ്ടായോ? നമ്മളെന്തിനാ വെറുതെ പുഴവക്കത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കണേ? യാത്രയിലായതുകൊണ്ട് തീറ്റയും വിശ്രമൊക്കെ കാണൊക്കെ ആയിരിക്കും തച്ചന്. നമുക്കില്ലത്ത് അങ്ങോട്ട് പോയി അകത്തോട്ട് വന്നതുകൊണ്ട് കേമായി ചെലുത്തിട്ട് ഇത്തിരി നേരം വിശ്രമിച്ചിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ട് വെട്ടി പറയാം. തിന്നേമ്പക്കവും വിട്ടിരുന്ന് വെടി പറയാൻ അല്ലം വരാണ് ഞാൻ വന്നത്.
വന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിൽ നല്ല തെറ്റുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്കത് അറിയണം. ഞാൻ സ്ഥപതിയായി നടന്ന മണ്ഡപ നിർമ്മാണത്തിനിടയിൽ പാതി ജീവൻ പൊളിഞ്ഞ ഈ പാവത്തിനോട് നിങ്ങൾ വാക്ക് പാലിച്ചു. അത് ഞാൻ പോവാ മൂത്താച്ചാരി. ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. എന്തോ അതുണ്ടായി. അപ്പൊ പെരുന്തച്ഛന്റെ കണക്ക് പിഴച്ചില്ല. തന്റെ കണ്ണിൽ കണ്ട സങ്കടത്തിന്റെ തോതും ഇവരിൽ അട്ടിമുട്ടി കണ്ട കള്ളത്തരത്തിന്റെ കണക്കും വെച്ച് ഞാൻ മനസ്സിൽ ഹരിച്ച കണക്കിൽ ഒരു ശിഷ്ടം കിട്ടിയിരുന്നു. ചതി നടന്നിരിക്കുന്നു എന്നത് നേരല്ലേ മംഗലത്തമ്മേ? എന്ത് ചതി? അന്ന് പറഞ്ഞ വാക്ക് പാലിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല.